ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് അധികം സമയം ആവശ്യമില്ല. വെറും 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ മാത്രം മതി. അതുപോലെ തന്നെ ഇത് വെറും 2 ചേരുവകൾ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റും ഐസ്ക്രീമും വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് വാനില ഐസ്ക്രീം. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓപ്ഷണലാണ്. ഇനി നമ്മുടെ കേക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം നമ്മൾ പൗഡറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് ആദ്യം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വാനില ഐസ്ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം എടുത്തത്. അപ്പോൾ ആദ്യ ലെയറിന് മുകളിലുണ്ട്. ഇനി വീണ്ടും ഇതിന് മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ കേക്ക് ടിൻ്റെ മുഴുവനായിട്ടും ഓറിയോ ബിസ്ക്കറ്റ് അതുപോലെ വാനില ഐസ്ക്രീം ഇങ്ങനെ ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കിത് നേരെ ഫ്രീസറിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയം ഫ്രീസ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ചപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചെറിയൊക്കെ ചേർത്തിട്ടാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓറിയോ ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കേക്കാണിത്. പിന്നെ അതുമാത്രമല്ല അധികം സമയത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. പിന്നെ സെറ്റ് ആവേണ്ട സമയം മാത്രമാണ് നമുക്ക് അധികമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്